മറ്റവർക്ക് എന്തായി കാണും, മറിച്ചവർക്ക് എന്തായി കാണും. ഞങ്ങളുടെ സലാലയിലൊക്കെ നോട്ടീസ് വരെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ, 5 മണി മുതൽ 9 മണി വരെ സന്ദർശകർക്ക് വീട്ടിൽ പ്രവേശനമില്ല. ഡോക്ടറായിട്ടല്ല, പഴയതാന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാടായി. ബിൽ ക്ലിന്റൺ മരിച്ചപ്പോ സദ്ദാം ഹുസൈൻ റൂമിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു എന്ന് ക്ലിന്റന്റെ വൈറ്റ് ഹൗസിൽ ഈ മൊട്ടയിലേക്ക് നോക്കിയിരുന്നാൽ മതി. സദ്ദാം ചെയ്യുന്ന കാര്യമൊക്കെ കാണാൻ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നവർ. രണ്ടുപേരും മുത്തഖീങ്ങളാണോ? ആണോ? ഒരാൾ മുസ്ലിമാണ്, ഒരാൾ കാഫിറാണ്. കാഫിറാ ഇത് കാണുന്നതെങ്കിൽ ജീവിതം മുഴുവൻ അള്ളാഹ്ക്ക് സമർപ്പിച്ച ഗൗസുൽ ആദം ഇമാതിരിയുള്ള കാര്യങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്നില്ലേ? എടാ, BBC എവിടെ നിന്നാ സംപ്രേഷണം ചെയ്യുന്നത്? പറ. BBC ചാനൽ എവിടുന്ന വിടുന്നത്? എത്ര ഭൂഖണ്ഡം മാറിയിട്ടല്ലേ സംപ്രേഷണം? അതെവിടെ നിന്ന് കാണുന്നു? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അവിടെ നിന്ന് വിടുമ്പോ നമ്മുടെ കുഗ്രാമമായ വട്ടാണിക്കുന്നോ, മറന്നുപോയി പേര്, ചെവിട്ടാണിക്കുന്ന്. ചെവിട്ടാണിക്കുന്നിലിരുന്ന് പാത്തുമ്പ നോക്കി കാണുക കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ. ഇതെവിടെ നിന്നാ വിട്ടത്? സുബ്ഹാനല്ലാഹ്. മൊയ്ലിയാരെ, ഇത് ശാസ്ത്രമല്ലേ? അതേടാ, അള്ളാഹനെ തെറി പറയുന്നവന് ശാസ്ത്രത്തിന്റെ പുരോഗതി കൊടുക്കുമെങ്കിൽ അള്ളാഹ്ക്ക് ജീവിതം മുഴുവൻ സമർപ്പിച്ചവർക്ക് അള്ളാഹ് കൊടുത്തുകൂടെ കുറെ സഹായം? അള്ളാഹനെ തെറി പറയുന്നവന് അള്ളാഹ് കൊടുത്ത സഹായം കൊണ്ടല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചത്. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നോവർ. അപ്പൊ എന്താ, നേരത്തെ പറഞ്ഞു സക്കാഫി കുറെ കാലമൊന്നും പൊതുരംഗത്തില്ലായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഒമാനിലുള്ള സലാലയില്ല, അതുകൊണ്ടാണ് ഇല്ലാതിരുന്നത് കേട്ടോ. തെറ്റിദ്ധരിച്ചു പോവല്ലോ, അല്ലാതെ ഗ്രൂപ്പ് മാറിയിട്ടൊന്നുമല്ല. അള്ളാഹു തആല നമ്മയൊക്കെ നിലനിർത്തട്ടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ. അങ്ങനെ ആമീൻ പറയണം കേട്ടോ. മഹാനായ ഉസ്താദുമാരുടെ കാൽ കീഴില് ജീവിക്കുന്ന കാലമത്രയും നിൽക്കാൻ, ഒരേ ചരട് നിൽക്കാൻ, ഒരേ നൃത്തം നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഓവറാണ് ഗൗസുൽ ആദമിന്റെ മുഹീദ്ദീന്മാരാന്ന് പറഞ്ഞാൽ ഓവറാ. എല്ലാ ബൈത്തിന്റെയും അവസാനം മൂപ്പര് ചേർന്ന് ഖാദി മുഹമ്മദ് ചേർത്തിട്ടുണ്ട്. കണ്ടോവർ, കേട്ടോവർ, പറഞ്ഞോവർ, നടന്നോവർ, അങ്ങനെ കുറെ ഓവർ കൂടുതല. അതല്ലാത്ത ഓവർ കൂടുന്നുണ്ടോ? പറ. വല്ല നിരത്തിന്നു എന്നെ വിളിക്കുകയാ. ചെവിട്ടാണിക്കുന്നിൽ നിന്ന് ഇപ്പൊ വിളിക്കുന്നു. ഇത് കേട്ട ഒരു പെണ്ണ് പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് 00968 ഒമാനിലെത്തി. ഇനി അമേരിക്കയിലൊക്കെ വിളിക്കുന്നത് ലൈൻ ക്ലിയർ ആണെങ്കിൽ ഹലോ, ഉസ്താദ് വന്നിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പരിപാടി കുഴപ്പമില്ലായിരുന്നു. വല്ല നിലത്തിന്നാ വിളിക്കുന്നത്. വായി കൂടാതെ വാപ്പുട്ടി അമേരിക്കയിൽ നിന്ന് മറുപടിയാ. മുസ്ലിയാരെ, ഇത് സാറ്റലൈറ്റ് അല്ലേ? അതേടോ, ഇതില്ലാത്ത രൂപത്തിൽ ഈ സാറ്റലൈറ്റിനേക്കാൾ ഇത്രയും കൂടി കണക്ഷൻ ഗൗസുൽ ആദമിന് അള്ളാഹു കൂട്ടിക്കൊടുത്ത ഇതൊക്കെ കാണൂല്ലേ? വെറുതെ എന്തിനാ പള്ളി വെച്ച് പോകുന്നത്? വെറുതെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? മുസ്ലിങ്ങളുടെ ഈമാൻ ഫസാദാക്കുന്നത് എന്തിനാ? പണ്ടൊറ്റ സുന്നി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാ രണ്ടായത്. സുന്നിയല്ല രണ്ട്, സുന്നി ഒന്നേ ഉള്ള ഒരു സുന്നത്തി വൽ ജമാഅ കേട്ടോ. ഞാൻ വേറെ ഒന്നും പറയില്ല. ഇപ്പൊ മുജാഹിദ് ജമാഅത്ത് പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ ഏതാ ഒറിജിനൽ? ഒറിജിനൽ പഴയത് തന്നെ. പാമ്പും പഴയത് തന്നെ നല്ലത്, കേട്ടിട്ടില്ലേ? പഴയത് തന്നെ. ഇപ്പൊ പിന്നെ ഈ സുന്നി എന്ന് പേര് വന്നെന്താ? കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് പറയാ ഒരു ബനിയൻ വേണം എന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ ഒന്നും ചോദിക്കില്ല, വേഗം ബനിയൻ എടുത്തു തരും. ഇപ്പൊ നിങ്ങൾ ചെന്നിട്ട് രാമനാട്ടുകാരുള്ള പുളിക്കലുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ ബനിയൻ ചോദിക്കും, ഉടനെ ചോദിക്കും. കൈയുള്ളതോ കൈയില്ലാത്തതോ? ഇതേപോലെ ഇസ്ലാം 2, 3 ഒക്കെ ഇപ്പൊ പറയുന്നെങ്കിലും ഒറിജിനൽ ഒന്നേ ഉള്ളൂ. അതിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്നാ പറഞ്ഞതിന്റെ ആകത്തുക. ഇത് ആഖിറത്തിന്റെ പ്രശ്നമായതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുകയല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? വിഷമിക്കുന്നു, ഞാൻ വേഗം നിർത്തിത്തരാം. അള്ളാന്റെ റസൂലിനെയും ധാരടിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടുന്ന ഈ ഖൗമ്? പറയൂ, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുക? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ. അല്ലാഹുവേ, യമനിലും ഷാമിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. ഉടനെ ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, വഫീ നജ്ദിനാ, നജിദിലും ബറക്കത്ത് ചെയ്യണ്ടയോ റസൂലേ? അതുകൊണ്ട് നജിദുകാർക്കും ഒന്ന് പ്രാർത്ഥിച്ചോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നജിദുകാർക്ക് ഞാൻ പ്രസംഗിക്കില്ല, ദുആ ചെയ്യില്ല. എന്താ ചെയ്യാഞ്ഞത്? റസൂലുള്ള വിശദീകരിച്ചു, പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന സ്ഥലം അതാണ്. സൗദി അറേബ്യയുടെ കിഴക്കുവശമായ നജിദിലാണ് പിശാചിന്റെ കൊമ്പ് മുളക്കുന്നത്. കൊമ്പ് മുളക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികാർത്ഥം പിശാചിന്റെ ചിന്തകൾ മുളക്കുന്നത്. കൊമ്പെന്ന് പറഞ്ഞാൽ ചിന്ത, ആ ആശയങ്ങൾ മുളക്കുന്നത് അവിടെ നിന്നാണ്. ഒരു ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള ചോദിച്ചു, ഏറ്റവും നല്ല മനുഷ്യന്മാര് എവിടുത്തുകാരാണ്? ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, നജിദുകാരാണ്. സൗദിക്കാർ തന്നെയുള്ള നജിദുകാരാണ്.
അള്ളാന്റെ റസൂലിന്റെ സ്വർണവിദ്രുമ പൊഞ്ചുണ്ടനക്കി പറഞ്ഞു, ഉയൈന, നിങ്ങൾ അബദ്ധം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അസത്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ എവിടുത്തുകാരാണ് റസൂലേ? യമൻകാരാണ്.